ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾ സത്യവിശ്വാസികൾ അർപ്പിക്കുന്ന ആരാധനകളിൽ അതിശ്രേഷ്ഠമായ ആരാധന കർമ്മമാണ് നിസ്കാരം. ആ നിസ്കാരം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിഅ്റാജാണ്. മിഅ്റാജുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ആത്മീയ യാത്ര. റബ്ബുൽ ഇസ്സത്തിൻ്റെ തിരുസന്നിധിയിലേക്കുള്ള യാത്രയാണ് നിസ്കാരം. നിസ്കാരം അള്ളാഹുമായി അടിമ നടത്തുന്ന സംഭാഷണമാണ്, മുനാജാത്താണ്. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള സംഭാഷണം. ആ മുനാജാത്തായിട്ടുള്ള നമസ്കാരം ശ്രേഷ്ഠമായ ഇബാദത്താണ്. അഫ്ളലുൽ ഇബാദത്തുൽ ബദനിയ, ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം. ആ നിസ്കാരം നിർവഹിക്കുവാൻ, ആ നിസ്കാരത്തിൻ്റെ സാധുത, ആ നിസ്കാരം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വഹീയാകാനും സ്വീകാര്യമാകാനും നിബന്ധനകളുണ്ട്. സൃഷ്ടാവുമായുള്ള മുനാജാത്ത്, സംഭാഷണമാകുന്ന നിസ്കാരം, ആ നിസ്കാരം പരിഗണിക്കപ്പെടാൻ ഉപാധികളുണ്ട്, നിബന്ധനകളുണ്ട്. അള്ളാഹുമായി സംസാരിക്കണമെങ്കിൽ ചിട്ടകളും നിയമങ്ങളും പാലിക്കേണ്ടതുണ്ട്. ആ ചിട്ടകളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ അള്ളാഹുമായി മുനാജാത്ത് നടത്താൻ പറ്റുള്ളൂ. ഏതെങ്കിലും വിധത്തിൽ നിസ്കരിക്കാൻ പറ്റില്ല. പ്രത്യേക ദിശയിൽ മുന്നിടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ദിശ കഅബയാണ്. നിശ്ചയിച്ച സമയമുണ്ട്, ആ സമയത്തായിരിക്കണം ആ മുനാജാത്ത്. ശരീരത്തിൽ ഔറത്ത് മറക്കണം, ശുദ്ധി വേണം. ഇത്തരം നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് ആത്മാവ് കൊണ്ട് യാത്ര ചെയ്യുന്നത്. ആ ഭാഗമാണ് സ്വല്പം വിവരിക്കുന്നത്. നിസ്കാരത്തിലേക്ക് കടക്കണമെങ്കിൽ ശുദ്ധി വേണം, അംഗശുദ്ധി, വുളൂ. ആ വുളൂ ചെയ്തുകൊണ്ട് മാത്രമേ നിസ്കാരത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അള്ളാഹുമായുള്ള സംഭാഷണം, നിസ്കാരം, ആ നിസ്കാരത്തിൽ കടക്കണമെങ്കിൽ വുളൂ വേണം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മിഫ്താഹുൽ ജന്നത്തി സ്വലാ, നിസ്കാരത്തിൻ്റെ താക്കോൽ, സ്വർഗത്തിൻ്റെ താക്കോൽ നിസ്കാരമാണ്. മിഫ്താഹു സ്വലാത്തി തുഹൂർ, നിസ്കാരത്തിൻ്റെ താക്കോലോ ശുദ്ധീകരണം. അപ്പോൾ സ്വർഗം തുറക്കാനുള്ള താക്കോൽ നിസ്കാരമാണ്. സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ നിസ്കാരം വേണം. നിസ്കാരത്തിലേക്ക് കടക്കാനോ ശുദ്ധി വേണം. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിസ്കാരത്തിൻ്റെ താക്കോലാണ് തുഹൂർ. എന്ന് മാത്രമല്ല, പൊതുവെ ഒരു വിശ്വാസിക്ക് വുളൂ ഉണ്ടായിരിക്കൽ സുന്നത്താണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. മുഹാഫത്തുന്നൽ വുളൂ, വുളൂ നിത്യമായി ഉണ്ടാവുക എന്ന് പറയുന്നത് പുണ്യാർഹമായ ഒരു കാര്യമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു,
വഅലമു അന്ന ഖൈറ അഅമാലിക്കും അസ്സല, നിങ്ങളുടെ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അസ്വല, നിസ്കാരമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം നിസ്കാരമാണ്. വലാ യുഹാഫിളു അലൽ വുളൂഇ ഇല്ലാ മുഅ്മിൻ, വുളൂഇന്റെ മേലുള്ള മുഹാഫലത്ത്, നിത്യമായി വുളൂ ഉണ്ടായിരിക്കുക, ആ കാര്യം ശ്രദ്ധിക്കുന്നവൻ ഒരു പൂർണ്ണ വിശ്വാസിയായിരിക്കും, പരിപൂർണ ഈമാനിന്റെ ഉടമയായിരിക്കും. ഈ ഹദീസ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മാജ, ദാരിമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ മുഹാഫദത്തുൽ വുളൂ, വുളൂ നിത്യമായി ഉണ്ടായിരിക്കുക എന്നത് പുണ്യാർഹമായ കാര്യമാണ്. മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു ആദാബ് സഫർ വിവരിക്കുമ്പോൾ അവിടുത്തെ ഈലാഹിൽ മുസാഫിർ പാലിക്കേണ്ട മര്യാദകൾ വിവരിക്കുന്ന കൂട്ടത്തിൽ 29ാമത്തെ അദബ് മൂപ്പർ എണ്ണുന്നത് യുസ്തഹ്ബു ലഹുൽ മുദാവമത്തു അല ത്വഹാറ, യാത്രികന് നിത്യമായി വുളൂ ഉണ്ടായിരിക്കൽ സുന്നത്താണ്. യാത്രയിൽ ഉടനീളം വുളൂ ഉണ്ടായിരിക്കുന്നത് സുന്നത്താണ്. വന്നൗമു അല ത്വഹാറ, ശുദ്ധിയുടെ മേൽ വുളൂഇന്റെ മേലായി ഉറങ്ങലും, ഉറങ്ങുന്ന സമയത്ത് വുളൂ എടുത്തുകൊണ്ട് ഉറങ്ങലും അതും സുന്നത്താണ്. ഈലാഹ് പേജ് 70. വുളൂ നിത്യമാക്കുന്നത് പുണ്യമാണെന്നും അതിന് ധാരാളം ഫവായിദ് ഉണ്ടെന്നും ഇആനത്ത് 1:62 രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലഹ ഫവായിദ്, ഇദാമത്തുൽ വുളൂ സുന്ന, വുളൂ പതിവാക്കുക എന്നത് സുന്നത്താണ്. വലഹ ഫവായിദ്, ധാരാളം നേട്ടങ്ങൾ അതിനുണ്ട്. സഅത്തുർ റിസ്ഖ്, വിഭവങ്ങൾ, വിശാലത, ബറക്കത്ത് ലഭിക്കും ഭക്ഷണങ്ങളിൽ മറ്റും. മഹബ്ബത്തുൽ ഹഫലത്ത്, ഹാഫിദുകളായ മലക്കുകളുടെ പ്രത്യേക മഹബത്ത്, സ്നേഹം അവന് കിട്ടും. വൽ ഹിഫ്ളു മിനൽ മആസി, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭ്യമാകും വുളൂ നിത്യമായി ഉണ്ടായാൽ എന്ന് ഉലമാ വിശദീകരിച്ചിട്ടുണ്ട്. രോഗികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം സുന്നത്താണ്. മരണാസന്നനായ രോഗി വുളൂ ഉണ്ടായിരിക്കൽ, വുളൂ ഉള്ള അവസ്ഥയിൽ മരണപ്പെട്ടാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാരിദായ ഒരു ഹദീസ് ഉലമാ ഉദ്ധരിക്കുന്നുണ്ട്. ബഖിയ 84 വറദ അന്ന ജിബ്രീൽ അലൈഹിസ്സലാം യഹ്തുറു മമ്മാത അലാ തഹാറ, ശുദ്ധിയോടുകൂടെ മരിക്കുന്ന ആളുടെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹാജരാകും, മഹാനുടെ സാന്നിധ്യം ഉണ്ടാകും. മിനൽ ഉമ്മത്തി, ഈ ഉമ്മത്തിൽപ്പെട്ട ആര് മരണപ്പെടുകയാണെങ്കിൽ വുളൂവോടുകൂടെ മരണപ്പെടുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകും. ഉലമാ വിശദീകരിക്കുന്നു വല്ലഹ്ദിസുൽ മരീദു വമൻ ഹളറഹുൽ മൗത്ത് അലാ തഹാറ, അതുകൊണ്ട് രോഗിയും മരണം അസന്നനായ ആളുകൾ തഹാറത്തിന്റെ മേൽ ശുദ്ധി ഉണ്ടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ കാര്യത്തിൽ അത്യാർത്തി ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ വുളൂ വളരെ സുപ്രധാനമാണ്. ധാരാളം പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, ഓരോ അവയവത്തിൽ നിന്ന് വെള്ളം മുറ്റുമ്പോൾ അതോടൊപ്പം പാപക്കറകളെല്ലാം മായ്ക്കപ്പെടുകയും പൊറുക്കപ്പെടുകയും ചെയ്യുന്ന, ഇതിന് നിമിത്തമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്, ഒരു ഇബാദത്താണ് വുളൂ. ആ വുളൂവിന് ആദാബുണ്ട്, ചിട്ടകളുണ്ട്, മര്യാദകളുണ്ട്, സുന്നത്തുകളുണ്ട്. അതൊക്കെ പരിഗണിച്ച് നിർവഹിക്കുമ്പോൾ പ്രതിഫലം ധാരാളം ലഭ്യമാകുന്നതാണ്. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. വുളൂഇന്റെ ആദാബ് വിവരിക്കുമ്പോൾ ഒന്ന് വിവരിക്കുന്നത് ഇരുന്നു കൊണ്ട് വുളൂ ചെയ്യുക. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബിദായത്തുൽ ഹിദായ പേജ് 11 വുളൂഇന്റെ ആദാബ് വിവരിക്കുമ്പോൾ മുമ്പ് വിവരിക്കുന്നത് കാണാം. തുമ്മജ്ലിസ് ലിൽ വുളൂഇ, വുളൂഇന് വേണ്ടി ഇരിക്കണം. ഇരുന്ന് വുളൂ ചെയ്യുക എന്നത് അതൊരു പുണ്യമാണ്. അതാണ് അതിൻ്റെ അദബ്, ആദാബിൽപ്പെട്ട ഒരു അദബാണത്. ഇസ്തിഖ്ബാലു ഖിബ്ല ഫീ ജമീഇഹി, വുളൂയിൽ ഉടനീളം ഖിബിലയുടെ ദിശയിലേക്ക് മുന്നിടുക എന്നത് ഒരു സുന്നത്താണ്. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫ 1:240 ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇരുന്ന് വുളൂ ചെയ്യുക, ഖിബിലക്ക് മുന്നിടുക. വതർക്കു തകല്ലുമിൻ ബിലാ ഉദ്രിൻ, പ്രത്യേകം ഉദരില്ലെങ്കിൽ സംസാരം ഉപേക്ഷിക്കുക. തുടക്കം മുതൽ അവസാനം വരെ, വുളൂ തുടങ്ങി അവസാനിക്കുന്നത് വരെ സംസാരിക്കാതിരിക്കുക എന്നത് വുളൂഇന്റെ ഒരു അദബാണ്. എന്ന് പറഞ്ഞാൽ സംസാരിക്കൽ കറാഹത്തെന്നതിന് അർത്ഥമില്ല. വലാ യുക്റഹു, വുളൂവിന്റെ സമയത്ത് സംസാരിക്കൽ കറാഹത്തല്ല. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ രേഖപ്പെടുത്തി. എങ്കിലും ഒഴിവാക്കലാണ് നല്ലത്. ബിലാ ഉദ്രിൻ,
കാരണമില്ലെങ്കിൽ, സംസാരിക്കേണ്ട സാഹചര്യം വന്നാൽ, ഒരാൾ തിന്മ ചെയ്യുന്ന കണ്ട് ഉണർത്തി കൊടുത്തു, അല്ലെങ്കിൽ പ്രത്യേകം പഠിപ്പിക്കേണ്ട നന്മ ആ സമയത്ത് പഠിപ്പിക്കേണ്ട നന്മ പഠിപ്പിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും വിവരക്കേട് ചെയ്യുന്ന ഒരാൾ കണ്ടു, അത് ഉണർത്തി കൊടുത്തു, അപ്പം അത് സംസാരിക്കുന്നത് മോശമല്ല, അത് സംസാരിക്കാം. ചിലപ്പോൾ സംസാരം നിർബന്ധമാകും. ഒക്കത് യജിബു സർവാൻ രേഖപ്പെടുത്തുന്നു. ചിലപ്പോൾ സംസാരം നിർബന്ധമാകും വുളുവിന്റെ വേളയിൽ. ഒരു അന്ധനായ മനുഷ്യൻ ഒരു അപകടത്തിൽ ഒരു കിണറിലോ മറ്റോ വീഴാൻ നോക്കുമ്പോൾ ഉണർത്തിക്കൊടുക്കലും രക്ഷപ്പെടുത്തലും അതിനുവേണ്ടി സംസാരിക്കലും നിർബന്ധമാണ്. അല്ലാതെ അനാവശ്യമായ സംസാരം പൂവിൻ്റെ സമയത്ത് ഉപേക്ഷിക്കേണ്ടതാണ്. പിന്നെ ചില വെള്ളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വുളു കറാഹത്താകും. അതിൻ്റെ ഇസ്തിമാൽ കറാഹത്താണ്. ഫുഖാഹ് വിവരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അലാബ് ഇറങ്ങിയ ഭൂമി, ചില പ്രദേശങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങിയിട്ടുണ്ടല്ലോ, മുൻ സമുദായങ്ങളൊക്കെ ശിക്ഷ ഇറങ്ങിയ പ്രദേശങ്ങൾ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നാട്, സമൂദ് ഗോത്രക്കാർ താമസിച്ച നാട്, ആദ് സമൂഹം താമസിച്ച നാട്, ഇത്തരം നാടുകളിലെ വെള്ളം, മണ്ണ് ഉപയോഗിക്കൽ കറാഹത്താണെന്ന് ഉലമായി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുഹ്ഫ 1:26 രേഖപ്പെടുത്തുന്നു, വയുക്റഹു മാഉ വതുറാബു കുല്ലി അർളിൻ ഉളിബ അലൈഹ. അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങിയ ഏത് പ്രദേശത്തുള്ള മണ്ണും വെള്ളവും ഉപയോഗിക്കുന്നത് കറാഹത്താണ്. അതിൽ നിന്ന് ഒഴിവാക്കിയതില്ല ബിറ നാക്ക, സ്വാലി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒട്ടകം വെള്ളം കുടിച്ച ആ കിണർ. സമൂദ് ഗോത്രക്കാർ താമസിച്ച പ്രദേശത്തെ നാട്ടിൽ ഒരു കിണറുണ്ടല്ലോ, സ്വാലി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒട്ടകം വെള്ളം കുടിച്ച കിണർ. ആ കിണറിലുള്ള വെള്ളം ഉപയോഗിക്കുന്നത് കറാഹത്തില്ല. മറ്റേത് പ്രദേശങ്ങളും അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങിയ ശിക്ഷ ഇറങ്ങിയ ഏത് നാട്ടിലുള്ള വെള്ളവും മണ്ണും ഉപയോഗിക്കുന്നത് കറാഹത്താണ്. അത്തരം വെള്ളങ്ങൾ ഉപയോഗിച്ച് ശുദ്ധീകരണം നടത്തുന്നത് കറാഹത്താണ്. അതുപോലെ അതിശക്തമായി ചൂടോ തണുപ്പോ ഉള്ള വെള്ളം ഉപയോഗിച്ച് വുളു ചെയ്യുന്നതും കറാഹത്താണ്. വയുക്റഹു തൻസീഹൻ ശദീദു ഹദ്ദിൻ വബർദ്, തുഹ്ഫ 1:74. ശക്തമായ തണുപ്പുള്ള ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് വുളു ചെയ്യുന്നത് കറാഹത്താണ്. ഉലമാദിന് കാരണം പറയുന്നത് എല്ലാ ഭാഗത്തും പൂർണ്ണ രൂപത്തിൽ വെള്ളം എത്തിക്കുന്ന ഇസ്ബാഗുൽ വുളു, പരിപൂർണ രൂപത്തിൽ വുളു ചെയ്യുന്നതിന് തടസ്സമാകും. ഒരു മടിയുണ്ടാകും കഠിനമായ ചൂടുള്ള അല്ലെങ്കിൽ തണുപ്പുള്ള വെള്ളം കൊണ്ട് വുളു ചെയ്യുമ്പോൾ. അപ്പോൾ പൂർണ്ണ രൂപത്തിൽ വുളു ചെയ്യുന്നതിന് തടസ്സമായി തീരും എന്നതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കൽ കറാഹത്താണ്. അല്ലെങ്കിൽ അത് ശരീരത്തിന് അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുണ്ടാകാം. അതുകൊണ്ട് അതികഠിന ചൂടുള്ള വെള്ളവും തണുപ്പുള്ള വെള്ളവും ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ശുദ്ധീകരണം നടത്തുന്നത് കറാഹത്താണ്. അതുപോലെ കറാഹത്തായ വെള്ളമാണ് മുഷമ്മസ്, സൂര്യതാപമേറ്റ വെള്ളം, അഥവാ ഉഷ്ണമേഖല, കൂടുതൽ അവിടെ ശരാശരി കാലാവസ്ഥയല്ല, ചൂടാണ് മികച്ചു നിൽക്കുന്നത്, അങ്ങനെയുള്ള പ്രദേശം, യമൻ, മക്ക, മദീന തുടങ്ങിയുള്ള പ്രദേശങ്ങൾ ചൂടുകാലത്ത് സൂര്യതാപമേറ്റ വെള്ളം ഫി ഇനാഇൻ മുംതബിൻ, വികസിക്കുന്ന വികസ്വരമായ പാത്രം, അഥവാ ചെമ്പ്, ഇരുമ്പ് പോലത്തെ ലോഹങ്ങളാൽ നിർമ്മിതമായ പാത്രം, സ്വർണ്ണ വെള്ളി അല്ലാത്ത മറ്റ് ഏത് ലോഹങ്ങളാൽ നിർമ്മിതമായ പാത്രങ്ങളും ആ പാത്രങ്ങളിൽ ഉള്ള സൂര്യന്റെ ചൂടേറ്റ വെള്ളം, ചൂട് മികച്ചു നിൽക്കുന്ന പ്രദേശങ്ങൾ, ആ ചൂട് കാലത്തെ സീസൺ, അത് തണിയുന്നതിന് മുമ്പ് ആ ചൂടുവെള്ളം ഉപയോഗിച്ച് വുളു ചെയ്യുന്നത് കറാഹത്താണ്. വുളു സഹിയാവെങ്കിലും ആ വുളു കറാഹത്താണ്, ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. അതുപോലെ കെട്ടി നിൽക്കുന്ന വെള്ളം, ആ വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ വെച്ച് ഒതുവെടുക്കാതിരിക്കലും കുളിക്കാതിരിക്കലും സുന്നത്താണ്. വിസന്നു അല്ലാ യഗ്സില ജനാബത്തിന്റെ വൈദിയാവ അല്ലാ യതവല്ല അലി ഹദത്തിന്റെ വൈദി ഫിറാക്കിദിൻ ലം യസ്തബിഹ്. കെട്ടി നിൽക്കുന്ന വെള്ളം നമ്മളെ ഈ നാട്ടിലെ ഹൗലക്കതിൽ പെടും. ആ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ വെച്ച് വുളു ചെയ്യാതിരിക്കൽ സുന്നത്താണ്. ഉലമാ കാരണം പറഞ്ഞതിൽ അന്നഹു ഖദ് യുഖല്ലിഹു, അതുകൊണ്ട് വെള്ളം മലിനമാകും. ഉതുവെടുക്കുന്ന ആളുടെ ശരീരത്തിലെ ചേറ്, വിയർപ്പ്, അഴുക്കൊക്കെ വെള്ളത്തിലായി വെള്ളം നജസാകില്ലെങ്കിലും മലിനമാകുന്നത് കൊണ്ട് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ വുളു ചെയ്യാതിരിക്കലാണ് സുന്നത്ത്. അല്ലെങ്കിൽ അത്രത്തോളം വെള്ളം വേണം.
ഒരു ബഹർ, വിശാലമായ ധാരാളം വെള്ളം, മലിനമാകാത്ത വിധത്തിൽ ധാരാളം വെള്ളം വേണം. അല്ലെങ്കിൽ സാധാരണ കാണുന്ന ഹൗദ്, അതിലൊക്കെ ഒതു ചെയ്യൽ കറാഹത്താണെന്ന് തന്നെ ചില കിതാബുകൾ ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു ശറഹ് ബാഫിൽ വിവരിക്കുന്നത് രണ്ടു കൊല്ലത്തതിലധികം വെള്ളമുണ്ടെങ്കിലും ഒരു ബഹർ സമാനം അഥവാ ധാരാളം ഒരു കടൽ സമാനം അത്രയും വെള്ളം പിന്നെ ഇല്ലെങ്കിൽ വുളൂ ചെയ്യുന്നതും അതിൽ വെച്ച് കുളിക്കുന്നതും കറാഹത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഹി വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരാളും കുളിക്കരുത് ഫിൽ മാഇ ദായിം, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ വെച്ച്, ലാ യഗ്തസിൽ, കുളിക്കരുത്. അപ്പോൾ ഒരാൾ ചോദിച്ചു, പിന്നെ എന്ത് ചെയ്യും? കൈഫ് യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് വെള്ളം എടുത്ത് പുറത്ത് വെച്ച് കുളിക്കുക, അതിൽ ഇറങ്ങി അതിൽ വെച്ച് കുളിക്കരുത്, അതിൽ വെച്ച് ഉളു എടുക്കുന്നത് രണ്ടും. ഉളുവാണ് പറഞ്ഞത്, ഖിയാ ഹദീസിലുള്ള പരാമർശം കുളിയാണ്, വുളൂ ഖിയാസാണ്. വുളൂ ഖിയാസാണ്. ഈ നിയമം വുളൂഇന് ബാധകമാണ്. ഖിയാസാക്കാനുള്ള ന്യായം ഉലമാ പറഞ്ഞു, ബിജാമി ഖശ്യത്തിൽ ഇസ്തിഖ്ലാൽ, മലിനമാകും. അഥവാ വുളൂ എടുക്കുന്ന ആളുടെ വിയർപ്പും ശരീരത്തിലെ ചേറും ഇതൊക്കെ വെള്ളത്തിലായ വെള്ളം മലിനമാകുന്നത് കൊണ്ട് അത് വുളൂഇന്റെ കുളിയുടെ വിധി വുളൂഇനും ബാധകമാണ്. വലിഖ്തിലാഫി ബി തഹൂരിയത്തി, മാത്രമല്ല അങ്ങനെ അതുകൊണ്ട് വുളൂ എടുക്കുമ്പോൾ ആ വെള്ളത്തിന്റെ തഹൂരിയത്ത്, ശുദ്ധീകരണത്തിന് പറ്റാതാകുമോ എന്നതിൽ വീക്ഷണ വ്യത്യാസമുണ്ട് ഇമാമുകൾക്കിടയിൽ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് മഹാന്മാരായ ഉലമാ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. വിശാലമായി ധാരാളം വെള്ളമുണ്ട്, മലിനമാവാത്ത വിധത്തിൽ ധാരാളം വെള്ളമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം അവിടെ വരുന്നില്ല, കറാഹത്ത് വരുന്നില്ല. ഇനി വുളൂഇന്റെ സുന്നത്തുകൾ നമുക്കറിയാം. മിസ്വാക്ക് ചെയ്യുക എന്നത് സുന്നത്താണ്, വുളൂഇന്റെ സുന്നത്ത്. അത് മുൻകൈയ്യുന്നതിന് മുമ്പാണോ ശേഷമാണോ? ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു ബലപ്പെടുത്തുന്നത് വുളൂഇന്റെ മിസ്വാക്ക് ചെയ്യുന്ന സുന്നത്ത് മഹല്ലുഹു ബൈന ഗസ്ൽ കഫൈനി വൽ മൽമല, വാൽവെള്ളം കൊപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് മുൻകൈ ചെയ്തതിന്റെ ശേഷം, ഇതിനിടയിലാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ബലപ്പെടുത്തിയത്. ചില ഇമാമുടെ അഭിപ്രായം മുൻകൈ ചെയ്യുന്നതിന്റെ മുമ്പാണെന്ന്. അപ്പൊ മുൻകൈ ചെയ്തതിന്റെ ശേഷം വാൽവെള്ളം കൊപ്പിക്കുന്നതിന്റെ മുമ്പ് നിർവഹിക്കേണ്ടതാണ് മിസ്വാക്ക് ചെയ്യുക എന്നത്. അതോടൊപ്പം മുൻകൈ ചെയ്യുന്നതിന്റെ മുമ്പും മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. ദിക്ർ ചൊല്ലുന്നതിന്റെ മുമ്പ് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. അപ്പൊ ബിസ്മി ചൊല്ലുന്നത് മുൻകൈ ചെയ്യുന്ന സമയത്താണ്. അപ്പൊ മുൻകൈ കഴുകുമ്പോൾ ബിസ്മി ചൊല്ലും. അപ്പൊ ബിസ്മി ദിക്റാണ്. ദിക്ർ ചൊല്ലുന്നതിന്റെ മുമ്പ് മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പൊ രണ്ട് മിസ്വാക്ക് അവിടെ സുന്നത്തായി വരുന്നു. ഒന്ന് വുളൂഇന്റെ മിസ്വാക്ക്, അത് മുൻകൈ കഴുകിയതിന്റെ ശേഷം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ബലപ്പെടുത്തിയത് പ്രകാരം. അതിന് മുമ്പ് മുൻകൈ ചെയ്യുന്നതിന്റെ മുമ്പ് അഥവാ മുൻകൈ ചെയ്യുന്ന സമയത്ത് ബിസ്മി ചൊല്ലും. ബിസ്മിയും മുൻകൈ ചെയ്യുന്നതും ഒപ്പമാണ്. ബിസ്മി ചൊല്ലുന്നതിന്റെ മുമ്പ് ബിസ്മി ഒരു ദിക്റാണ്. ദിക്റിന്റെ മുമ്പ് മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. വയതഅക്കദു ഫി മവാദിഅ ഉഖറ ഖിറാഅത്തി ഖുർആൻ ഔ ഹദീസ് ഔ ഇൽമി ശർഈൻ, ഖുർആൻ ഓതുക, ഹദീസ് ഓതുക, ശർഈയായ പഠിക്കുക, വക ദിക്റിൻ, അതേപോലെ തന്നെ ദിക്ർ ചൊല്ലുക. ആ ദിക്റിൽപ്പെട്ടതാണ് തസ്മിയത്തി അവ്വൽ വുളൂ, വുളൂഇന്റെ തുടക്കത്തിലുള്ള ബിസ്മി. ആ ബിസ്മി ചൊല്ലുന്നതിന്റെ പേരിൽ ആദ്യം ഒരു മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പൊ മുൻകൈ ചെയ്യുന്നതിന്റെ മുമ്പ് ഒരു മിസ്വാക്ക്, ബിസ്മി ചൊല്ലുന്നതിന്റെ പേരിൽ. മുൻകൈ ചെയ്യുന്നതിന്റെ ശേഷം വാൽവെള്ളം കൊപ്പിക്കുന്നതിന് മുമ്പ് വുളൂഇന്റെ മിസ്വാക്ക്. ഇങ്ങനെ രണ്ട് മിസ്വാക്ക് അവിടെ സുന്നത്തായി വരുമെന്ന് ഷർവാനി 1:220 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ പിന്നീട് വിവരിക്കാം. വലില്ലാഹിൽ ഹംദ്.